സച്ചി വീട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും രേവതി അച്ഛൻ എന്നെ വിശ്വസിക്കുമെന്ന് മനസ്സിൽ പറയുന്നു. വന്നയുടനെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന രേവതിയുടെയും വിഷമിച്ച് നിൽക്കുന്ന അച്ഛൻ്റെയും അടുത്ത് പോയി, അച്ഛാ, ഞാൻ കുടിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കൂ, ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ അച്ഛാ? അച്ഛൻ വിഷമത്തിൽ മുഖത്ത് നോക്കാതെ അങ്ങനെ നിൽക്കുന്നു. രേവതി, ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയും സജ്ജയെ കളിയാക്കുന്നു. മുഴുക്കുടിയനായ മാന്യൻ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയല്ലോ, പെട്ടെന്ന് പ്രശസ്തനായല്ലോ എന്നൊക്കെ പറയുമ്പോൾ സജ്ജി ദേഷ്യത്തോടെ അവരെ നോക്കുന്നു. എന്നാൽ അച്ഛൻ അവരെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് സജ്ജിയെ അടിക്കാൻ കൈ ഓങ്ങുന്നു. അടിക്കുക അച്ഛാ, എന്നെ അടിക്കുക എന്ന് പറഞ്ഞ് സജ്ജി കൈ പിടിച്ച് മുഖത്ത് അടിക്കുന്നു. ചന്ദ്ര ഓരോന്ന് പറഞ്ഞ് സജ്ജയെ സങ്കടപ്പെടുത്തുന്നു. രേവതി അവിടെ നിന്നും പോകുമ്പോൾ, നീയും എന്നെ വിശ്വസിക്കുന്നില്ലല്ലേ രേവതി? അച്ഛാ, എന്നോട് എന്തെങ്കിലും പറയൂ എന്നൊക്കെ പറഞ്ഞ് സ്വയം സങ്കടപ്പെടുന്നു. എന്നിട്ട് രണ്ടുപേരുടെ അടുത്ത് മാറി മാറി പോകുന്നു. ആരും എന്നെ വിശ്വസിക്കേണ്ട, ആരും വിശ്വസിക്കേണ്ട. എടാ ശ്രീകാന്തേ, നിനക്ക് ഈ ഏട്ടനെ അറിയില്ലേ, വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ, ഏട്ടൻ കുടിച്ച് കാറോടിക്കില്ല എന്നൊക്കെ വിശ്വാസമായിരുന്നു, പക്ഷേ ആ വീഡിയോ കണ്ടതോടെ വിശ്വസിക്കാൻ പ്രയാസമായെന്ന് പറഞ്ഞ് അവനും പോകുന്നു. സച്ചി സങ്കടത്തോടെ ഇറങ്ങി കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു. നിങ്ങൾക്കെന്നെ വിശ്വാസമാണോ? എടാ സച്ചി, ഞങ്ങൾ നിന്നെ എത്ര നാളായി കാണുന്നതാ? അവർ നിന്നെ പരിശോധിക്കാതെ കാർ പിടിച്ചെടുത്തത് തന്നെ തെറ്റ്. എന്നാൽ അതിൻ്റെ പുറകിൽ ആരോ ഉണ്ട്. നീ നാളെ പോയി നിൻ്റെ കാർ ഇറക്കാൻ നോക്ക്. നിന്നെ ഒരിക്കലും ഞങ്ങൾ തള്ളി പറയില്ല. നിന്നെ എത്രയോ നാളായി ഞങ്ങൾക്കറിയാം. നീ കാറോടിക്കുമ്പോൾ മദ്യപിക്കാറില്ല എന്നും അറിയാം. അല്ലെങ്കിലും നീ ഇപ്പോൾ മദ്യപിക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. രേവതി പൂ വിൽക്കാനായി പോകുമ്പോൾ ആൻ്റണി കാണുന്നു. വലിയ സന്തോഷത്തോടെ രേവതിയുടെ അടുത്ത് പോയി, നിൻ്റെ കാര്യം കഷ്ടം. ഇനി ആ കുടിയൻ്റെ ചിലവ് നീ നോക്കണമല്ലോ. അവൻ്റെ കാർ പോലീസ് കൊണ്ടുപോയല്ലേ, പെട്ടെന്ന് അവൻ പ്രശസ്തനായല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. എൻ്റെ സജ്ജേട്ടനെക്കുറിച്ച് ഇനി ഒരക്ഷരം നീ മിണ്ടരുതെന്ന് പറഞ്ഞ് ആൻ്റണിയുടെ ഷർട്ടിൽ പിടിക്കുന്നു. എന്നാൽ വിജയഭാവത്തിൽ ആൻ്റണി ഇരിക്കുന്നു. അവൾ പൂ കൊടുക്കാനായി അടുത്ത കടയിലേക്ക് പോകുന്നു. അവരും സജ്ജയുടെ കാര്യം പറഞ്ഞ് രേവതിയെ സങ്കടപ്പെടുത്തുന്നു. ഒരു മരുന്ന് ജ്യൂസിൽ ചേർത്ത് കൊടുക്കുന്നതിനായി രേവതിയോട് പറയുന്നു. അവൾ മരുന്നുമായി വീട്ടിൽ വന്ന് ജ്യൂസ് റെഡിയാക്കി മരുന്ന് ചേർത്ത് വച്ചപ്പോൾ സജിയുടെ അച്ഛൻ രേവതി മോളെ എന്ന് വിളിച്ചു. എന്താ അച്ഛ എന്ന് പറഞ്ഞ് അടുത്ത് വരുമ്പോൾ, ഒരു കല്യാണ വർക്ക് പിടിച്ചിട്ടുണ്ട്, 1000 രൂപ അഡ്വാൻസും തന്നു, ബാക്കി അവർ അന്ന് തരും എന്ന്. എന്താ മോളെ, ഇത്രയും വലിയൊരു ഓർഡർ പിടിച്ചു തന്നിട്ട് അച്ഛന് കമ്മീഷനൊന്നും ഇല്ലേ? അച്ഛൻ തന്നെ ഇത് വെച്ചോ അച്ഛാ എന്നൊക്കെ പറയുന്നു. വേണ്ട മോളെ, ഇത് മോള് വെച്ചോ. സച്ചിയുടെ ആഗ്രഹം പോലെ നമുക്ക് വലിയ ബിസിനസ് തുടങ്ങണം, പൂമാലകൾ കൊണ്ട് മുറ്റം നിറയ്ക്കണം എന്നൊക്കെ പറയുന്നു. അവൾ കേട്ട് ചിരിക്കുന്നു. സച്ചി വന്ന് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നു. വളരെ ഇപ്പോൾ അച്ഛനെ എൻ്റെ മുഖത്ത് നോക്കുമെന്നുള്ള ഭാവത്തിൽ അച്ഛനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നു. പക്ഷേ സച്ചിയെ ശ്രദ്ധിക്കാത്ത മട്ടിൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. അച്ഛാ എന്ന് ദയനീയമായി വിളിക്കുന്നു. എന്നാൽ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നു. അവൻ വളരെ വിഷമത്തോടു കൂടി വീട്ടിനകത്തേക്ക് കയറുന്നു. രേവതിയും തിരിച്ചടുക്കളയിലേക്ക് നടക്കുന്നു. ഈ സമയം ചന്ദ്ര അടുക്കളയിൽ വന്നു. ഇവള് വീണ്ടും സർക്കിട്ടിന് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട്, നേരം വെളുക്കും, ഒരു ബൈക്കുമായി ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളെ എന്തോ പറഞ്ഞുകൊണ്ട് ജ്യൂസ് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇപ്പോൾ ഈ നേരത്തെ ആർക്കാ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് എടുത്ത് ജ്യൂസിൻ്റെ കപ്പ് കയ്യിലെടുക്കുന്നതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ബൈ, നമുക്ക് നാളെ കാണാം.